Dear students, നമ്മൾ സർഫസ് ഏരിയ ആൻഡ് സർഫസ് ഇൻ്റഗ്രൽ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഒരു മെത്തേഡ് പഠിച്ചു, പ്രൊജക്ഷൻ മെത്തേഡ്. അപ്പം അതിൽ നമ്മൾ സ്പേസിലെ ഒരു സർഫസിനെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു 1, 1 on 2 ആയിട്ട്. എന്നിട്ട് സർഫസിൽ ഇൻ്റഗ്രേഷൻ ഈ കോർഡിനേറ്റ് പ്ലെയിനിലെ ഡബിൾ ഇൻ്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് യൂസിങ് ദ ഫോർമുല. The surface area differential d sigma is equal to modulus of mod del f divided by mod del f dot p dA, where dA എന്ന് പറയുന്നത് ആ കോർഡിനേറ്റ് പ്ലെയിനിൽ വരുന്ന ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ഏരിയ ഡിഫറൻഷ്യൽ ആണ്. സോ നമുക്കതിലൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ക്യാപ് കട്ട് ഫ്രം ദി ഹെമിസ്ഫിയർ x square plus y square plus z square equal to 2, z greater than equal to 0. അപ്പോൾ ഏതാണിത്? x square plus y square plus z square equal to 2 എന്ന് പറയുന്നത് ഒറിജിൻ സെൻറ്റർ ആയിട്ട് √2 റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിളാണ്. സർക്കിൾ അല്ല, സ്ഫിയർ ആണ്. അതിൽ തന്നെ z greater than equal to 0 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് z ആക്സിസിൻ്റെക്ക് ഉള്ള ഭാഗം, അതായത് XY പ്ലെയിൻ്റെ മുകളിലേക്ക് വരുന്ന ഈ സ്ഫിയറിൻ്റെ പകുതി ഭാഗം ഹെമിസ്ഫിയർ ആണ് വരിക. ഇതിനെ ഒരു സിലിണ്ടർ കൊണ്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ റേഡിയസ് എന്ന് പറയുന്നത് √2 റേഡിയസ് ഉണ്ട്. ഓക്കെ, സോ ഇഫ് ദിസ് ഇസ് XYZ ആക്സിസ്, √2 റേഡിയസ് ഉള്ള ഹെമിസ്ഫിയർ. ഇതിനെ 1 റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ കൊണ്ടാണ് കട്ട് ചെയ്യാൻ പോണേ. x square plus y square equal to 1 എന്ന് പറയുമ്പോൾ z ആക്സിസിന് ചുറ്റും 1 റേഡിയസ് വരുന്ന ഒരു സിലിണ്ടർ, സേ ലൈക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതാണ് ആ സിലിണ്ടർ എന്ന് വിചാരിക്കും. സോ ഇതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിങ്ങനെ ഒരു ഹെമിസ്ഫിയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ആലോചിക്കുക. എന്നിട്ട് ആ കേക്കിനെ ഇങ്ങനെ ഒരു പൈപ്പ് പോലത്തെ, ഒരു PVC പൈപ്പിൻ്റെ ഒരു ഭാഗം പോലത്തെ കൊണ്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്, ഇങ്ങനെ അമർത്തി താഴേക്ക് മുറിക്കുകയാണ്. അപ്പോൾ ആ സർഫസിനെ ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് ഇതിനെ കട്ടായി പോകും അല്ലേ. അപ്പോൾ ഒരെണ്ണം ഒരു ആനുലർ റീജിയൻ വരും, ഒരു എന്താ പറയുക, ഒരെണ്ണം ഇങ്ങനെ വരുന്ന ഒരു റീജിയൻ വരും. ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ വരുന്ന ഒരു റീജിയൻ വരും. വേറൊന്ന് ഇങ്ങനെ ഒരു ക്യാപ്പ് പോലത്തെ റീജിയൻ വരും. അപ്പം ആ ക്യാപ്പ് പോലത്തെ റീജിയനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന സർഫസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ റീജിയൻ, ഇതാ ഇത്രയും പോർഷൻ. അപ്പം ഇത് ആക്ച്വലി ഒരു ക്യാപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വരച്ചേക്കുന്നതെന്ന് തോന്നുന്നില്ല എന്നുള്ളൂ. അതിൻ്റെ സർഫസ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉൾഭാഗമൊന്നുമില്ല. ആ സർഫസ് മാത്രമാണ് നമ്മളുടെ സർഫസ് S. ഓക്കെ, സോ ദിസ് ഇസ് അവർ സർഫസ് S. അവിടെ അതിൻ്റെയാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ സർഫസ് എസിൻ്റെ ഇവിടെ ഒരു ബൗണ്ടറി കർവ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആയിരിക്കും എന്ന് മനസ്സിലാവുന്നുണ്ട്. ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാവുന്നുണ്ട്. സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ്. അത്രയും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, സോ നൗ വി ട്രൈ ടു ഡു ദിസ് പ്രോബ്ലം. ഇതിൽ സർഫസ് എസിൻ്റെ ഇക്വേഷൻ എന്താണ്? സോ S is പാർട്ട് ഓഫ് ദി സിലിണ്ടറിൻ്റെ പാർട്ടാണോ അതോ ഹെമിസ്ഫിയറിൻ്റെ പാർട്ടാണോ? ഈ നമ്മുടെ സർഫസ് എസ് ഹെമിസ്ഫിയറിൻ്റെ പാർട്ടാണ്. ഓക്കെ, സർഫസ് എസ് ഇസ് ദി പാർട്ട് ഓഫ് ദി ഹെമിസ്ഫിയർ. സോ ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷനാണ് സർഫസിലെ പോയിന്റ്സിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ബൈ ദ പോയിന്റ്സ് ഓൺ ദി സർഫസ്. So I can write it as x square plus y square plus z square minus 2 equal to 0 എന്ന് എഴുതാം. So this is our f, the function which defines the surface. f of x y equal to x y z is equal to 0 ഇല്ല f കിട്ടി. Now f കിട്ടി, എന്തൊക്കെ വേണം വരെ? del f വേണം, mod del f dot p വേണം അല്ലേ.
So what is del f? Del f is dou f by dou x, I plus dou f by dou y, j plus dou f by dou z, k. So here it is 2x I plus 2y j plus 2z k. Modulus of del f is square root of 4x square of the coordinates, ഈ componentsന്റെ ഓരോന്നിന്റെ square, 4y square plus 4z square. Okay. Now you have to project this surface 1 onto projection to one of the coordinate planes. അപ്പോൾ ഈ ക്യാപ്പിനെ എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താലാണ് 1 onto ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ XZ പ്ലെയിനിലേക്കോ YZ പ്ലെയിനിലേക്കോ പ്രൊജക്റ്റ് ചെയ്താൽ നമുക്കൊരു സെമി സർക്കുലർ റീജിയൺ ആണ് കിട്ടുന്നത്. പക്ഷെ അത് 1 onto അല്ല. രണ്ട് പോയിന്റിന് ഈ ക്യാപ്പിൽ വരുന്ന രണ്ട് പോയിന്റിന് ഒരേ പ്രൊജക്ഷൻ വരും. XZ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്താലും അതെ, YZ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് 1 onto പ്രൊജക്ഷൻ കിട്ടില്ല. പിന്നെ 1 onto പ്രൊജക്ഷൻ കിട്ടണമെങ്കിൽ ഇതിനെ താഴേക്ക്, അതായത് XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. XY പ്ലെയിനിലേക്ക് ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് വീണ്ടും ഒരു സർക്കിൾ തന്നെയാണ്. ആ സർക്കിൾ എബൌട്ട് ഒറിജിൻ, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് തന്നെ, നമ്മുടെ ഈ ബൗണ്ടറി കർവിൻ ഓഫ് എസിൻ്റെ റേഡിയസ് തന്നെ. ആ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് കിട്ടുക. So that is our region R. So this is our R. So R is actually a region in the XY plane bounded by the unit circle x square plus y square equal to 1. So this is our region R. So R here, what is R? R is the 1 and onto projection of S to the XY plane, and it is the inside of the circle x square plus y square equal to 1. ഇതാണ് R. X square plus y square less than or equal to 1 വേണമെങ്കിൽ എഴുതാം. Or I can write inside of the circle x square plus y square equal to 1. So what is P here? R is on the xy plane. So P, the unit normal, is, you can take it as K. And dA can be taken as dx dy since it is on the xy plane. So now we need del f dot P. Del f dot P is nothing but del f dot K. Del f is 2xi plus 2yj plus 2zk dot K. So you will get the K component only. 2 I dot K യും J dot K യും 0 ആണ്. K dot K is 1. So you will get 2z. And modulus of del f dot P is modulus of 2z, which is 2 into modulus of z. And you can write it, you can omit this modulus sign because on the hemisphere നമ്മുടെ സർഫസസിൽ z is positive എന്ന് തന്നിട്ടുണ്ട്. z ആക്സിസിന്റെ പോസിറ്റീവ് പാർട്ടിൽ വരുന്ന ഹെമിസ്ഫിയറിന്റെ പോർഷൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ക്യാപ്പ് is completely lying on the region z greater than equal to 0. So you can write this is equal to 2z. You can omit the modulus sign since z greater than equal to 0 on the surfaces. Okay. അത് പിന്നീട് എഴുതിയാലും മതി, ഇന്റഗ്രൽ എഴുതുമ്പോൾ എഴുതിയാലും മതി. സോ our integral surface area is given by, actually surface area double integral over S d sigma ആണ്. So by projection method it is double integral over R mod del f divided by mod del f dot P dA. Here it is
double integral over r mod del f is, so നമ്മൾ ഇനി ഇൻ്റഗ്രൻറ്റിനെ ഡി എ എന്ന് പറയുന്ന ഡി എക്സ് ഡി വൈ ആയതുകൊണ്ട് ഇൻ്റഗ്രൻറ്റ് മൊത്തം എക്സിലും വൈയിലും ആക്കി എഴുതണം. അപ്പോൾ ഇവിടെ ഡെൽ എഫ് എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് ഇസഡ് ഉണ്ട്. സോ യൂസ് ദി ഇക്വേഷൻ ഓഫ് ദി സർഫസ് എസ്. So on the surface S, you can see that on the surface x, x square plus y square plus z square is 2. So you can replace z square by 2 minus x square minus y square, or you can write this equal to root of 4 into x square plus y square plus z square, and it is 2 on the surface S. So you can write 2 root 2. Modulus of del f is 2 root 2. So I can write it as modulus of del f is equal to 2 root 2 divided by mod del f dot p. Mod del f dot p is 2z, and when you write the integrand, you have to make it in terms of x and y. 2z ine namukku ennu ezhudam. So you can write this is equal to 2z is equal to 2 into, on the surfaces x square plus y square plus z square is 2. So z is square root of 2 minus x square minus y square. Okay, so you can write this is root of, you may write it as 2z here, and then next step il ezhiyalum madi ado, angane ipo thane ezhan nirbandhamilla. ഞാനതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിക്കോട്ടെ. So this is equal to 2 into this, since x square plus y square plus z square equal to 2 on the surfaces. So I can write this as 2 root of 2 minus x square minus y square. 2 get cancelled. dA is dx dy. So this is dx dy. Okay. So this is to be integrated. Root 2 can be taken outside. Double integral over the region inside the circle. 1 divided by root of 2 minus x square minus y square dx dy. So when double integral cheyanullathu surface circle ഉള്ളിലാണ്. So clearly അതിൽ എളുപ്പം സർക്കിൾ പോളാറിലേക്ക് ആക്കുന്നതാണ് എളുപ്പം സർക്കിളിനുള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. So converting to polar, I can write put x is equal to r cos theta, y is equal to r sin theta, and dx dy is equal to r dr d theta. Then your integrand becomes, okay, that doesn't matter. The variable of integration, r varies from complete circle ഉൾഭാഗമില്ലേ, അപ്പോൾ r varies from റേഡിയസ് 1 ഉള്ള സർക്കിളാണ്. അപ്പോൾ റേഡിയസ് 1 0 to 1. ഇനി റൊട്ടേഷൻ എവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ വരണം. തീറ്റ വേരീസ് ഫ്രം 0 to 2π. അപ്പോൾ ഈ ആർക്കിനെ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊത്തം റീജിയൻ കിട്ടി 2π വരെ. ഓക്കെ, സോ ദിസ് becomes, this is equal to root 2 outside, integral r varies from 0 to 1, theta varies from 0 to 2π, 1 divided by root of 2 minus x is r cos theta, r square cos square theta, plus y square is r square sin square theta. You can take this r square outside so that you will get 1. dx dy is r dr d theta. So
So this is equal to root 2 integral r from 0 to 1 integral theta from 0 to 2 pi 1 divided by root of 2 minus, if you take r square outside you will get r square into cos square theta plus sin square theta, which is 1. So r dr d theta, this is equal to root 2 times integral r from 0 to 1 theta from 0 to 2 pi 1 divided by root of 2 minus r square r dr d theta. We can integrate with respect to theta. First limits of integration constants ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. തീറ്റ വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ തീറ്റയുടെ വേറെ ടേംസ് ഒന്നും അവിടെ ഇല്ല. സോ തീറ്റ വിത്ത് ലിമിറ്റ് 0 to 2 pi. Then r integral from 0 to 1 1 by root of 2 minus r square r dr. So 2 minus r square എന്ന് പറയുന്ന second degree term in the derivative r is here. So you can use the substitution method for integration. ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൻറ്റിൽ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So du becomes minus 2r dr. So r dr can be written as minus du by 2. So here r varies from 0 to 1. So that our u, which is 2 minus r square, will vary from 2 minus 0 square to 2 minus 1 square. 2 minus 0 square is 2 and 2 minus 1 square is 1. So u varies from 2 to 1. So here you can write this is equal to root 2 into 2 pi minus 0. Integral r varies from 0 to 1 becomes integral u varies from 2 to 1. 1 divided by root of u. R dr is minus du by 2. This minus 1 by 2 can also be taken outside. 2 root 2 pi into minus 1 by 2 integral u from 2 to 1. 1 by root u is u raised to minus 1 by 2. So its integral is so you can cancel this 2. So I get minus root 2 pi. Integral of minus 1 by 2 is u raised to minus 1 by 2 is u raised to minus 1 by 2 plus 1 divided by minus 1 by 2 plus 1 within the limits 2 to 1. So you will get minus root 2 pi divided by 1 by 2 means multiplied by 2. Upper limit minus lower limit. So you will get minus 2 root 2 pi 1 minus root 2. Or I can write root 2 minus 1 into 2 root 2 pi. 2 root 2 into root 2 minus 1 pi. So this is the answer.